നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവവചനത്തിൻ്റെ സൗന്ദര്യവും ഒത്തിരി അർത്ഥങ്ങൾ നൽകുന്നതും ജീവിതത്തിൻ്റെ മർമ്മമായി മാറുന്നതും ഓർത്ത് അയവിറക്കാനും പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നമ്മളെ നിലനിർത്തുന്നതും ഈ ദൈവത്തിൻ്റെ വചനമാ. ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ഇതിലുണ്ട്. നമ്മുടെ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ ഈ വചനത്തിൻ്റെ ശക്തിക്ക് കഴിയും. ഈ ലോകം കീഴടക്കിയവരോ ലോക പ്രശസ്തി നേടിയവരോ ഒന്നുമല്ല ഏറ്റവും ശക്തരായുള്ള ദൈവവചനത്തിന് മുമ്പിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവരാ. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചവരാ. ആ മനസ്സിൽ നമ്മൾ വിജയിച്ചാൽ ഒരു പക്ഷെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ ശക്തരായി മാറും. ഒരു പക്ഷേ ലോകവും നമ്മളെ ശക്തരെന്ന് വിളിക്കും. നമ്മളെ നിയന്ത്രിക്കുന്നത് മനസ്സാ, മറ്റുള്ളവർ കാരണമല്ല. നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നു. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയാത്തതാ. ഒരു ചെറിയ വിത്തില് ഒരു വൃക്ഷം ഒളിഞ്ഞിരിപ്പുള്ളത് പോലെ ഒരു ചെറിയ ചിന്തയിൽ നമ്മുടെ ജീവിതം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ പ്രശ്നം കണ്ട് ഓടിപ്പോകാനല്ല, നമ്മൾ അതിനെ ജയിക്കണം. പത്രോസ് ഉറപ്പില്ലാത്തവനായിരുന്നു. ഞാങ്ങനുടെ അനുഭവം കാറ്റടിച്ചാൽ ആടുന്നതും വേര് പിഴുതു പോകുന്നതും ഉറപ്പില്ലാത്ത അവസ്ഥയിൽ നിന്നും ഒരു ജയം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞ്, പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള കോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പത്രോസിനെ ദൈവം ഉറപ്പിച്ചു. അതുകൊണ്ട് ക്ഷീണിച്ചോ തളർന്നോ ഒന്നും ഇരിക്കാനല്ല ഇന്ന് പകല് പരിശുദ്ധാത്മാവ് ധൈര്യപ്പെടുത്തിയ. അതുകൊണ്ട് ദൈവവചനത്തിന് മുമ്പിൽ നമുക്ക് ആശ്വസിക്കാൻ ഇടയുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 11 വായിക്കുമ്പോൾ ദൈവം മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നു. പേടിയുള്ള ഒളിച്ചിരിക്കുന്ന ഗിദെയോന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ശക്തിയില്ലാത്തവനും ധൈര്യമില്ലാത്തവനും പേടിയുള്ളവനും എന്നാൽ കർത്താവ് വിളിച്ച ഒരു വിളിയുണ്ട്, ശക്തനും ധീരനുമായ മനുഷ്യ. കർത്താവിന് വേണേ പറയാം, എന്തിനാ ഗിദെയോനെ നീ പേടിച്ചിരിക്കുന്നത്? ഞാനല്ലേ നിന്റെ കൂടെയുള്ളത്. നിന്റെ കാര്യമെല്ലാം എനിക്കറിഞ്ഞുകൂടെ? എന്തിനാണെന്നോ ഗിദെയോൻ പേടിച്ചത്? മിദ്യാൻകാര് യുദ്ധത്തിന് വരുമെന്ന് കരുതി ഗിദെയോൻ മുന്തിരിച്ചക്കിനേരെ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കുന്ന വിളിയാ. മനുഷ്യൻ കരുതുന്ന എങ്ങനാ? പേടിയുള്ളവനെന്നും ശക്തിയില്ലാത്തവനെന്നും ഒളിച്ചിരിക്കുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞ എന്താ? ശക്തനും ധീരനുമായ മനുഷ്യ. മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം നമ്മളെ കാണുന്നത്. മനുഷ്യൻ എന്തെല്ലാം വേണേലും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ന് പകല് എൻ്റെ മെസ്സേജിൽ നിങ്ങളോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഇതാ: ശക്തരായിരിക്കണം. ഭയപ്പെടാതെ മുൻപോട്ട് പോകണം. നമ്മൾ പറഞ്ഞ പോലെ, ചോദിക്കുന്ന പോലെ ഗിദെയോനും പെട്ടെന്ന് ചില അവസ്ഥകളുടെ നടുവിൽ പറഞ്ഞു. 6-13 വായിക്കുന്നു, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നു? എന്തുകൊണ്ട് കർത്താവ് ഉപേക്ഷിച്ചു? നമ്മളും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കണക്കൂട്ടൽ തെറ്റുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ വഴികളൊക്കെ അടയുമ്പോൾ, നമ്മുടെ മനസ്സ് വല്ലാതെ തകരുമ്പോൾ, കൂടെ ആരും നമ്മളെ മനസ്സിലാക്കാനില്ലാതെ വരുമ്പോൾ ചോദിക്കും നമ്മളും, എന്നാൽ ഒരു കാര്യം എൻ്റെ കർത്താവിനറിയാം, വേദന കൊണ്ട് പിറുപുറത്ത് പോയതാ, സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ പറഞ്ഞു പോയതാ, പുറമേ ചില സാഹചര്യങ്ങൾ കണ്ട് പറഞ്ഞതാ. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും ചില സമയത്ത് ദൈവം കേട്ടെന്ന് വരത്തില്ല. എന്നാൽ ദൈവം ഗിദെയോനെ മനസ്സിലാക്കി. ഇതുപോലെ മനസ്സിലാക്കുന്ന ആരുമില്ല ഈ ഭൂമിയിൽ. ഇത്രയും പറഞ്ഞിട്ടും ഗിദെയോന് പകരം കർത്താവ് വേറൊരാളെ നിർത്തിയില്ല. കർത്താവിൻ്റെ ഒപ്പം ഗിദെയോനെ നിർത്തി. നിന്റെ ഒപ്പം കർത്താവ് നിന്ന് എന്തിനാണെന്നറിയാമോ? നിന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കാൻ, ചില മിഥ്യാന്റെ തോൽപ്പിക്കാൻ ദൈവം ഗിദെയോനെ ചേർത്ത് നിൽക്കി. ചിലരുടെ ആശ്വാസത്തിന് വേണ്ടി, ചിലരുടെ അഭിഷേകത്തിന് വേണ്ടി, ചിലരുടെ ധൈര്യത്തിന് വേണ്ടി ദൈവം നിന്നെ ഒപ്പം നിർത്തും. ഇസ്രായേൽ മക്കളെ അടിമത്തിൽ നിന്ന് വിടുവിപ്പാൻ കർത്താവിനെ കൊണ്ട് പറ്റുമായിരുന്നു. പക്ഷെ വിക്കനായ മോശയെ ദൈവം ഒപ്പം നിർത്തി. ചിലരുടെ ഉദ്ധാരണത്തിനും വിടുതലിനും വേണ്ടി ദൈവം എന്നെയും നിന്നെയും ഒപ്പം നിർത്തുമ്പോൾ ചിലതിനെ തോൽപ്പിക്കാനും ചിലതിനെ ജയിക്കുവാനുമുള്ള ഒരു പ്രത്യേക അഭിഷേകം കർത്താവ് നിന്റെ മേൽ പകരും. അതുകൊണ്ട് ആ കർത്താവ് പറയുന്നേ, സർവശക്തിയോടും ബലത്തോടും മുന്നോട്ട് പോവുക, ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവഹിതത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ ഒപ്പം കർത്താവ് നിൽക്കും. അതുകൊണ്ട് ആ കർത്താവ് തരുന്ന ബലത്തോടെ ഓരോ ദിവസം തോറും ഗിദെയോനോട് പറഞ്ഞതുപോലെ ഓരോ ദിവസം തോറും ഈ ബലത്തോടെ, കർത്താവ് തരുന്ന ബലത്തോടെ യാത്ര ചെയ്യുവാൻ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.